ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോനകത്ത് വുമൺ റിലേറ്റഡ് ആയി വരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസാണ് നമ്മൾ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് എക്സാമിന് ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്തായിട്ട് നമുക്കിത് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇൻ കേസ് ഇത് വന്നില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഓരോ പോയിൻറ്റ്സ് നമുക്ക് പല പല ക്വസ്റ്റ്യനകത്ത് കുത്തിക്കയറ്റി എഴുതാം. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ കേസ് ലോസ് ഒരു 3-4 പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ലോസ് ആണ്. അതും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് മറ്റു ക്വസ്റ്റ്യൻസിലായാലും നമുക്കതിനകത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ നമുക്കറിയാവുന്ന ആർട്ടിക്കിൾ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാം. ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ, നമ്മൾ ഇതിനെ വേണമെങ്കിൽ പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിലത്തെ ആർട്ടിക്കിൾസ്, പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, പിന്നെ നമ്മളിതിനകത്ത് DPSP ആണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം പ്രിയാമ്പിൾ നമുക്കറിയാമല്ലോ. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നേഷൻ എന്ന് പറയുന്നത് സോവറൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് ആയിട്ടുള്ളൊരു നേഷനാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇൻ കണക്ഷൻ വിത്ത് ദ വുമൻ നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് പ്രിയാമ്പിളിനകത്ത് ഡിക്ലെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ടു ബി എ സോവറൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കമ്മിറ്റഡ് ടു ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി ഫോർ ദ പീപ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇക്വാലിറ്റി വേണം, പീപ്പിളിന് ലിബർട്ടി, അതേപോലെ തന്നെ ജസ്റ്റിസ് കമ്മിറ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് നേഷൻ. അതാണ് പ്രിയാമ്പിളിൽ പറയുന്നത്. അത് നിങ്ങൾ എഴുതാം. അതിനുശേഷം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇപ്പോൾ നിങ്ങൾ എക്സാമിനർ നോക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും ഇതിങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എഴുതുമ്പോൾ കുറച്ചുകൂടി അവർക്ക് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിൽ ആൻസേഴ്സ് പോയിൻ്റ് ഔട്ട് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ നമ്മളിനി പ്രിയാമ്പിൾ കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലോട്ട് പോകാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമുക്കറിയാമല്ലോ ആർട്ടിക്കിൾ 14, അതെല്ലാത്തിലും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി. അതിൽ തന്നെ ഇക്വാലിറ്റിയിൽ തന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോവും, ഇക്വാലിറ്റി ബിഫോർ ലോവും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും പറയുന്നുണ്ട്. അതിനകത്ത് നമ്മളത് ഇക്വാലിറ്റീനെ ബേസ് ചെയ്ത് എഴുതുക. അതേപോലെ തന്നെ നമ്മൾ കേസ് ലോ എഴുതുക. അതിലെഴുതാൻ പറ്റിയ കേസ് ലോ ആണ് എയർ ഇന്ത്യ വേഴ്സസ് നർഗീഷ് മിർസ. ആ കേസ് ലോ നമുക്കറിയാമല്ലോ. അതിനകത്ത് സാധാരണ മെൻ ആൻഡ് വിമൻ എന്നുള്ള റിട്ടയർമെൻറ്റിൻ്റെ ഏജ് എന്ന് പറയുന്നത് അതിൽ ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ എയർ ഹോസ്റ്റസിൻ്റെ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് ഓൺ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത് അവർ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ആക്കുന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത് വയലേറ്റീവാണ്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 14 വയലേറ്റീവും അതേപോലെ തന്നെ അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ടാണ് കോടതി പറഞ്ഞത്. അതേപോലെ തന്നെ വേറൊരു കേസാണ് മാക്കിനോൺ മെക്കൻസി ആൻഡ് കമ്പനി ലിമിറ്റഡ് വേഴ്സസ് ആൻഡ്രേ ഡി കാസ്റ്റ. മാക്കിനോൺ മെക്കൻസി ആൻഡ് കമ്പനി ലിമിറ്റഡ് വേഴ്സസ് ആൻഡ്രേ ഡി കാസ്റ്റ. ഈ കേസിനകത്ത് നമ്മുടെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളതിൻ്റെ വയലേഷൻ വരും. അതായത് മെൻ ആൻഡ് ഫീമെയിൽ സ്റ്റീനോഗ്രാഫേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാലറി വേജസ് ആണ് അവർ കൊടുക്കുക. അപ്പോൾ അതിൽ ഇക്വാലിറ്റി ഇല്ല റെമ്യൂണറേഷൻ്റെ കേസിൽ എന്ന് പറയുന്ന കേസാണ് മാക്കിനോൺ മെക്കൻസി ആൻഡ് കമ്പനി ലിമിറ്റഡ് വേഴ്സസ് ആൻഡ്രേ ഡി കാസ്റ്റ. അപ്പോൾ ആർട്ടിക്കിൾ 14 നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇനി ആർട്ടിക്കിൾ 15 ക്ലോസ് 3 അതിനകത്ത് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സെക്സ്. അതായത് അതിനകത്ത് സെക്സ് മാത്രമല്ല, സെക്സ് ഒരു ഗ്രൗണ്ടാണെന്ന് മാത്രം. അതേപോലെ തന്നെ റിലീജിയൻ, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ എനി ഓഫ് ദം, ഇതിൽ ഏതിൻ്റെ ബേസിസിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല. പക്ഷെ നമ്മളിവിടെ സ്ത്രീകളെ മാത്രം മുൻനിർത്തുന്ന ഒരു കൂടുതൽ ഊന്നൽ നൽകുന്നത് കൊണ്ട് നമ്മൾ എന്തെന്ന് പറയുന്നു, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സെക്സ് പാടില്ല എന്ന് പറയുന്നു. അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, അതായത് അവർക്ക് ഷോപ്പ്, പബ്ലിക് പ്ലേസസിൽ ആക്സസ് കൊടുക്കണം. അതേപോലെ തന്നെ യൂസ് ഓഫ് വെൽസ് ആൻഡ് പ്ലേസസ് ഓഫ് പബ്ലിക് റിസോർട്ട് മെയിൻറ്റെയിൻ ഹോളി ഓർ പാർട്ട്ലി ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ് ഫണ്ട്സ് ഫോർ ജനറൽ പബ്ലിക് യൂസ്. അതൊക്കെ യൂസ് ചെയ്യാനുള്ള, ആക്സസ് ചെയ്യാനുള്ളൊരു ഇത് കൊടുക്കണം, ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എന്നുള്ളത്. അതിനകത്ത് പറയുന്ന ഒരു കേസാണ് ദത്താത്രേയ അല്ലെങ്കിൽ ദത്തത്രേയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ, DATTATRAYA വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ. ഈ കേസിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റിന് വേണമെന്നുണ്ടെങ്കിൽ വിമൻസ് ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നാണ് ദത്താത്രേയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെനകത്ത് പറയുന്നത്. ഈ കേസ് ഞാൻ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കുറേ ഭാഗത്തായിട്ട് കണ്ടിട്ടോ. അപ്പോൾ DATTATRAYA ദത്താത്രേയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ. അതാണ് ആർട്ടിക്കിൾ 15 ക്ലോസ് 3 എഴുതുന്നത്. നമ്മൾ ഓരോ ആർട്ടിക്കിൾ എഴുതുമ്പോൾ ഓരോ കേസ് വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 16 പറയുന്നത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ ഇക്വാലിറ്റി വേണമെന്ന്. അതിനകത്ത് നമുക്ക് എന്ത് കേസ് ചെയ്താം, CB മുത്തമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ.
കേസ് ഞാൻ പറയുന്നില്ല, നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. മറ്റേ IFS സർവീസിൽ ഉള്ള ഒരു കേസ് നമ്മൾ പറഞ്ഞതാണല്ലോ, അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് പറയും. അതായത് ആഫ്റ്റർ മാരേജ് ആണെന്നുണ്ടെങ്കിൽ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകേണ്ടി വരും എന്ന് പറയുന്ന ആ ഒരു കേസ്. അതേപോലെ തന്നെ ലൈക്ക് ഡിസ്ക്രിമിനേറ്ററി ആണ്, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, IFS റൂൾസ് എന്ന് കണ്ടെത്തും. ആ കേസാണ് ഇതിനകത്ത് എഴുതുന്നത്, CB മുത്തമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് നമ്മൾ ആർട്ടിക്കിൾ 16 കഴിഞ്ഞാൽ പറയുന്നത്, അപ്പോൾ പബ്ലിക് എംപ്ലോയ്മെൻറ്റിലുള്ള ഓപ്പർച്യൂണിറ്റി ഈക്വൽ ആക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് G. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് ഒക്യുപ്പേഷൻ. അതിനകത്ത് പറയുന്നത് എവറി സിറ്റിസണും റൈറ്റ് ഉണ്ട് എന്തിന്, ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു ക്യാരി എനി ട്രേഡ് ഓർ ഒക്യുപ്പേഷൻ ഓർ ബിസിനസ്. ഇത് നമ്മുടെ വിശാഖ കേസ് ഉണ്ടല്ലോ, അതായത് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്ന കേസ് നമുക്ക് എഴുതാം. പിന്നെ നമ്മൾ ആർട്ടിക്കിൾ 21 നമുക്കറിയാമല്ലോ, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതിനകത്ത് എന്താ പറയുക, നോ പേഴ്സൺ ഷാൽ ബി ഡിഫറെൻറ്റ് ഫ്രം ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നമ്മളെപ്പോഴും പറയുന്ന ആർട്ടിക്കിളാണ് അത് എഴുതാം. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വിശാഖ കേസ് എഴുതാം. ഓക്കെ. പിന്നെ ആർട്ടിക്കിൾ 23, അതിൽ മെയിനായിട്ടും പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ്. അതായത് ഇപ്പം അതിൽ തന്നെയാണ് റൈറ്റ് അഗെയിൻസ്റ്റ് സ്ലേവറി, ഫോഴ്സ്ഡ് ലേബർ ഒക്കെ പറയുന്നത്. ഇതിനകത്ത് നമുക്ക് എഴുതാൻ പറ്റുന്നൊരു കേസാണ്, ഹ്യൂമൻ റൈറ്റ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കേസാണിത്, ലക്ഷ്മികാന്ത് പാണ്ഡെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ നമ്മൾ അഡോപ്ഷനിലും പറയും കേസ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇന്ത്യൻ ചിൽഡ്രൻ, ബേസിക്കലി മെയിൻലി ഗേൾ ചിൽഡ്രനെ ഫോറിനേഴ്സിന് അഡോപ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കും. പക്ഷെ അവർ പ്രോപ്പർ കെയർ അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ചൈൽഡ് എന്നുള്ളത് അവിടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചില കുട്ടികളെ പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കെയർ കൊടുക്കാതെ അങ്ങനെയൊക്കെയുള്ളത് കണ്ടുപിടിക്കുന്ന അങ്ങനെ പാടില്ല എന്ന് പറയുന്ന കേസാണ് ലക്ഷ്മികാന്ത് പാണ്ഡെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അങ്ങനെ അതിനുവേണ്ടി കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ട്രാഫിക് ഹ്യൂമൻ ബീങ്സിൽ നടത്താനും അതൊരു പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾസാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്ത് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ പ്രിയാമ്പിൾ പറഞ്ഞു, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്ത് ആർട്ടിക്കിൾ 14 പറഞ്ഞു, 15 ക്ലോസ് 3 പറഞ്ഞു, മറ്റേ ഡിസ്ക്രിമിനേഷൻ്റെ നമ്മൾ 16 പറഞ്ഞു, നമ്മൾ പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു. പിന്നെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് G പറഞ്ഞു, ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് ഒക്യുപ്പേഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ 21 ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ 23 എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ സ്ലേവറി, ഫോഴ്സ്ഡ് ലേബർ, അത്തരം കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയുമാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്ത് വരുന്നത്. ഇനി നമ്മൾ പറയുന്നത് DPSP ആണ്. DPSP എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇതിനകത്ത് ബേസിക്കലി നമ്മൾ സ്റ്റേറ്റിൻ്റെ ഡയറക്ഷൻ, അതായത് സ്റ്റേറ്റ് ഇത് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സ്റ്റേറ്റിൻ്റെ മേലുള്ള ഒബ്ലിഗേഷനാണ് പറയുന്നത്. അത് വരുന്നത് ആർട്ടിക്കിൾ 39 ക്ലോസ് A ആണ്. അതിനകത്ത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ടു ഡയറക്റ്റ് ഇറ്റ്സ് പോളിസി ടുവേർഡ്സ് സെക്യൂറിംഗ് ഓഫ് മെൻ ആൻഡ് വിമൻ ഈക്വലി ദ റൈറ്റ് ടു ആൻ ആഡിക്വേറ്റ് മീൻസ് ഓഫ് livelihood. State to direct its policy towards securing men and women equally the right to an adequate means of livelihood. അതിനകത്ത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റേറ്റാണ് ആഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെൻ ആൻഡ് വിമനെ സെക്യൂർ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി ആർക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റിനുണ്ട്. അതാണ് ആർട്ടിക്കിൾ 39 ക്ലോസ് A. പിന്നെ പറയുന്നത്, അത് എഴുതിയില്ലെങ്കിലും പിന്നെ എഴുതേണ്ടതാണ് ആർട്ടിക്കിൾ 39 ക്ലോസ് D ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് മറ്റേ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലുള്ള മെക്കൻസി ആൻഡ് കമ്പനി ലിമിറ്റഡ് വേഴ്സസ് ആൻഡ്രേ ഡി കാസ്റ്റ, സെയിം കേസ് എഴുതാം. പിന്നെ ആർട്ടിക്കിൾ 42 പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റേറ്റ് എന്ത് ചെയ്യണം, പ്രൊവിഷൻ ഉണ്ടാക്കണം ഫോർ സെക്യൂറിങ് ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് ഫോർ മെറ്റേണിറ്റി റിലീഫ്. അതായത് ജസ്റ്റായിട്ടുള്ള ജസ്റ്റും അതേപോലെ തന്നെ വർക്കിലുള്ള ഹ്യൂമൻ കണ്ടീഷൻസും സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് പ്രൊവിഷൻ ഉണ്ടാക്കണം, അതേപോലെ തന്നെ മെറ്റേണിറ്റി റിലീഫിനും. അതാണ് ആർട്ടിക്കിൾ 42 പറയുന്നത്. DPSPനകത്ത് ആർട്ടിക്കിൾ 39 ക്ലോസ് A പറയുന്നുണ്ട്, മറ്റേ സ്റ്റേറ്റ് ടു ഡയറക്റ്റ് ഇറ്റ്സ് പോളിസി ടുവേർഡ്സ് സെക്യൂറിങ് of men and women equally the right to an adequate means of livelihood. In Article 39 ക്ലോസ് Dയിൽ നമ്മൾ മറ്റേ മെക്കിനോൺ ആ കേസ് എഴുതാം, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ആർട്ടിക്കിൾ 42 പറയുന്നത് മറ്റേ മെറ്റേണിറ്റി റിലീഫ്, അതേപോലെ തന്നെ ഫോർ സെക്യൂറിങ് ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസിന് സ്റ്റേറ്റ് പ്രൊവിഷൻ ഉണ്ടാക്കണം എന്ന് പറയുന്നു. പിന്നെ ഇനി നമ്മൾ പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടും പറയുന്നത് ആർട്ടിക്കിൾ 51A ക്ലോസ് Eയിലാണ് പറയുന്നത്. അതായത് വിമൻ്റെ ഡിഗ്നിറ്റീനെ ഡെറോഗേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡെറോഗേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്സും പ്രാക്ടീസസും റിനൗൺസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ആർട്ടിക്കിൾ 51A ക്ലോസ് Eനകത്ത് പറയുന്നത് ടു റിനൗൺസ് ഡെറോഗേറ്ററി പ്രാക്ടീസസ് അഗെയിൻസ്റ്റ്
അല്ലെങ്കിൽ ഡെറോഗേറ്ററി പ്രാക്ടീസസ് ടുവേർഡ്സ് ദ ഡിഗ്നിറ്റി ഓഫ് വുമൻ്റെ ഡിഗ്നിറ്റീനെ താഴ്ത്തുന്ന രീതിയിലുള്ള പ്രാക്ടീസ് റിനൗൺസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ 73rd and 74th അമെൻമെൻറ്റിനകത്ത് വുമൻ്റെ പാർട്ടിസിപ്പേഷൻ വേണം. 1/3 സീറ്റ് എന്ന് പറയുന്നത് ലോക്സഭയിലും സ്റ്റേറ്റ് അസംബ്ലീസിലും വുമൻ്റെ സീറ്റ് റിസർവ്ഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്ത് ആർട്ടിക്കിൾ 14 എഴുതണം, 15 Clause 3 എഴുതണം, 16 എഴുതണം, 19 Clause 1 Clause G എഴുതണം, 21 എഴുതണം, 23 എഴുതണം, പിന്നെ പ്രിയാമ്പിൾ എഴുതണം, പിന്നെ DPSPയുടെ അകത്ത് 39 Clause A എഴുതണം, പിന്നെ 39 Clause D എഴുതണം, പിന്നെ 42 എഴുതണം, പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4-നകത്ത് 51A Clause G എഴുതണം, ആൻഡ് 73rd and 74th അമെൻമെൻറ്റ് എഴുതാം. ഓക്കെ, ഇതാണ് വിമൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.